ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കും കേട്ടോ. എന്തൊരു രസമല്ലേ, എങ്ങോട്ട് നോക്കിയാലും അതെ. നാടൻ വെറൈറ്റി കാണാനായിട്ടുണ്ട് കേട്ടോ, ഒരു ഭംഗി അല്ലേ, നല്ല ഭംഗിയില്ലേ. എത്ര ഫോട്ടോ എടുത്താലും മടുക്കത്തില്ല. മറ്റേ സൂര്യകാന്തി പോയില്ലേ, അതിൻ്റെ അകത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലെ. ഈ സേവ് ദ ഡേറ്റ് ഒക്കെ വെക്കുന്നവർക്കില്ലേ, അവർക്കിങ്ങനെ 10 മണിച്ചെടിയുടെ ഇടയിൽ നിന്നിട്ട് വലിയ പാടമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനിടയ്ക്ക് നിന്നിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മുടെ ചുമന്ന പൂക്കളിൽ നിറച്ച് മുട്ടുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സാണ് കേട്ടോ. ഈ പീച്ച് കളറാണെങ്കിലും പിന്നെ ഈ ഇതുപോലെയുള്ള കളേഴ്സ്, ഡബിൾ കളറ്, ഇതൊക്കെ എനിക്കിഷ്ടമാണ്. എല്ലാ കളറും എനിക്കിഷ്ടമാണ് കേട്ടോ. എന്നാലും ചില കളറീസേ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ലൊരു വെറൈറ്റി ആയിരിക്കും. പിന്നെ കാണാനായിട്ട് അധികം കണ്ടിട്ടില്ലാത്ത കളേഴ്സ് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. വെക്കുന്ന ചെടിക്കകത്തായിരിക്കത്തില്ല 10 മണി നല്ല ഭംഗി വളരുന്നത്. ഇത് എനിക്കിഷ്ടമുള്ളൊരു കളറാണ്. പക്ഷേ അത് വളർന്നു വന്നിരിക്കുന്ന നോക്കിയേ തുളസിയുടെ ചെടിക്കകത്ത്. അവരാണ് ഫ്രണ്ട്സ് ആയത്. ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്, അത്യാവശ്യം മഴ പെയ്യുന്ന സമയം. അപ്പോൾ എല്ലാ പൂക്കളും നന്നായിട്ട് വിടർന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ കളേഴ്സിൻ്റെയും ഓരോ തണ്ട് അല്ലെങ്കിൽ 2 തണ്ട് എടുത്തിട്ട് 1 2 ചട്ടിക്കകത്തായിട്ട് ഇതെല്ലാം നട്ട് വെക്കുകയാണെങ്കിൽ, എന്നിട്ട് അതിനെ നമുക്കിപ്പോൾ എല്ലാം സംരക്ഷിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള ടിപ്പാണ്. അപ്പം അതിനെ നമുക്കെടുത്തിട്ട് നല്ല വെയിലുള്ള, എന്നാൽ അധികം മഴയൊന്നും വീഴത്തില്ലാത്ത, അത്യാവശ്യം മഴ, ഒന്നെങ്കിൽ മഴവെള്ളം അത്യാവശ്യം മാത്രം വീഴുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ട് ഒഴിക്കുക മാത്രം ചെയ്യുന്ന സ്ഥലത്ത് ഇതിനെ സംരക്ഷിച്ച് നിർത്താം. അപ്പോൾ അടുത്ത വർഷത്തേക്ക് ആ ചെടികൾ എന്തായാലും ഉണ്ടാവും, ആ പൂക്കൾ എന്തായാലും ഉണ്ടാവും. മറ്റേതൊക്കെ നശിച്ച് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു കളർ പോലും നഷ്ടപ്പെടാതെ എല്ലാ കളേഴ്സിനും നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള ഒരു മാർഗമാണത്. അപ്പം ഇനി എല്ലായിടത്തും വെക്കാൻ പറ്റുന്നവർക്കും അങ്ങനെ വെക്കാം. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴ കൂടിക്കഴിയുമ്പോൾ നല്ല ഒരുപാട് മഴവെള്ളം വന്നു കഴിയുമ്പോൾ ഇത് സക്കുലൻ്റ് വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് നശിച്ചു പോകും. അപ്പം വെയിലത്തു നിന്ന് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് വെയിൽ കൊണ്ടില്ലെങ്കിലും നശിച്ചു പോകും. അപ്പം നമുക്ക് ഒട്ടും വെയിൽ നല്ലപോലെ കൊള്ളുകയും ചെയ്യണം, മഴ ഒട്ടും കൊള്ളാനും പാടില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് തട്ടിൻ്റെ നല്ല വെയിൽ കൊള്ളുന്ന ടെറസിൻ്റെ തട്ടിൻ്റെ അടി വെക്കുവാണ്. വെയിൽ നന്നായിട്ട് കൊള്ളുകയും ചെയ്യും, മഴ ഒട്ടും കൊള്ളത്തുമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഒരു ചട്ടിക്കകത്തോട്ട്, ഇപ്പം ഇതുപോലെ ഒരു ചെടി നിൽക്കുന്നതിനകത്തോട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇതിനകത്തോട്ട് ഞാൻ എടുത്ത് വെച്ചാണ് അങ്ങനെ നടാൻ വേണ്ടിയിട്ട്. ഓരോന്ന് വെച്ചിട്ടാണെങ്കിലും നമുക്ക് നട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെറൈറ്റി പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരു തണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം അത് ഇത്രയും തന്നെ ആക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മണൽ ചേർത്തിട്ട്, വെള്ളം പാർന്നു പോകുന്ന പോലെ മണൽ ചേർത്തിട്ട് എല്ലാ ദിവസവും ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത്, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വളർത്തുവാണെങ്കിൽ ഇത് പിന്നെ വെയിൽ വരുന്ന സമയത്ത് നല്ലതുപോലെ വളർന്ന് കിട്ടിക്കോളും. അപ്പം മഴക്കാലത്ത് ഇങ്ങനെ ഇതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. എല്ലാ ചെടികളും കൂടെ സംരക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാർ, ഇല്ലാത്തവർ എല്ലാ ചെടികളും എടുത്തിട്ട് നല്ലപോലെ വെയിൽ കൊള്ളുന്ന, എന്നാൽ മഴ കൊള്ളത്തില്ല സ്ഥലത്ത് വെച്ചാൽ മതി. നാടൻ ചെടികളുടെ കാര്യത്തിൽ വലുതായിട്ട് പേടിക്കണ്ട. നാടൻ 10 മണി അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തില്ല. ഇതുപോലെ വെള്ളം വാർന്നു പോകുന്ന എവിടെയെങ്കിലും വെച്ചാൽ മതി. വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം അതിങ്ങനെ ഓസ്മോസിസ് അല്ല, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളം കയറിക്കൊണ്ടേയിരിക്കും, അത് നശിച്ചു പോവും. വാർന്നു പോകുന്ന സ്ഥലത്തിരിക്കുകയാണെങ്കിൽ മഴ പെയ്ത് കഴിയുമ്പോൾ ആ വെള്ളം വാർന്നു നോക്കോളും. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഡ്രൈ ആയിക്കോളും. അപ്പോൾ കുഴപ്പമില്ല. അപ്പം അല്ലാത്തവർക്കുള്ള ടിപ്പാണ് ഇപ്പോൾ പറഞ്ഞത്.